ഹായ് സ്റ്റുഡൻസ്, അഡ്മിഷൻ്റെ സമയം നടക്കുകയാണല്ലോ. അപ്പം ഇത് ഹോണേഴ്സ് ഡിഗ്രിക്കും അതേപോലെ തന്നെ 4 ഇയർ കോഴ്സ് പോലെ ഡിഗ്രി കോഴ്സുകൾക്ക് ABC അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് അബാർ ID കമ്പൽസറിയാണ്. അപ്പോൾ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അബാർ ID നമുക്കറിയാം, ABC എന്ന് വെച്ചാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ആണ്. അതിൻ്റെ ID ആണ് അബാർ ID. അതൊരു യുണീക്ക് സ്റ്റുഡൻറ്റ് ID ആണ്. അക്കാഡമിക് പ്രോഗ്രസ് മോണിറ്ററിങ്. ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് സ്റ്റോറേജ്. ലോങ് ടേം ആയിട്ട് നമ്മുടെ ക്രെഡിറ്റുകൾ സ്റ്റോർ ചെയ്യും. അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സ്റ്റുഡൻറ്റ് മോഡ് വഴി എങ്ങനെ അതിന് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പല മെത്തേഡുണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് ഡിജി ലോക്കർ പോർട്ടൽ വഴി ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിജി ലോക്കർ പോർട്ടൽ വിസിറ്റ് ചെയ്യുക. അതിനകത്ത് സൈൻ ഇൻ ബട്ടൺ ഉണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവർ സൈനപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് മൊബൈൽ നമ്പർ, അതേപോലെ തന്നെ 6 ഡിജിറ്റ് ലോഗിൻ പിന്നുണ്ട് അഡീഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി. അത് കൊടുത്ത് രജിസ്റ്റർ നമ്പറിൽ വന്ന OTP എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അങ്ങനെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. വെരിഫൈ അക്കൗണ്ട് ത്രൂ ആധാർ ഫോർ അസസിങ് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സ്. എന്നിട്ട് സൈൻ ഔട്ട് ചെയ്തിട്ട് വീണ്ടും സൈൻ ഇൻ ചെയ്യുക ഡിജി ലോക്കർ പോർട്ടലിൽ. എന്നിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, സെക്യൂരിറ്റി പിന്ന്, OTP വെരിഫൈ ചെയ്യുക, അത് എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ബട്ടണിൽ കൊടുക്കുക. നമ്മൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം പേജിനകത്ത് ജോയിൻ നൗ ബട്ടൺ ഓഫ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ബാനർ ഉണ്ട്. അതിനകത്ത് ABC ID ക്രിയേഷൻ വിൻഡോ പോപ്പപ്പ് ചെയ്ത് അത് നമുക്ക് ചെയ്യാം. അതായത് നമുക്ക് അതിനകത്ത് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ആധാർ, കോവിഡ് വാക്സിന്, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ നോക്കി ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് നീല കളറിനകത്ത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ജോയിൻ നൗ ഞെക്കുക. എന്നിട്ട് എൻ്റർ ദ ഡീറ്റെയിൽസ് ആൻഡ് ഗെറ്റ് ഡോക്യുമെൻറ്റ് ബട്ടണിൽ ഞെക്കുക. ആധാറിനനുസരിച്ച് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ നമ്മൾ കൊടുത്ത് നമ്മൾ അഡ്മിഷൻ ഇയർ കൊടുക്കണം. അതേപോലെ തന്നെ ഐഡൻറ്റിറ്റി ടൈപ്പിനകത്ത് പഠിക്കുന്നവരാണെങ്കിൽ റോൾ നമ്പറോ രജിസ്റ്റർ നമ്പറോ കൊടുക്കുക. അല്ലെങ്കിൽ പുതിയ അഡ്മിഷൻ ആണെങ്കിൽ ന്യൂ അഡ്മിഷൻ കൊടുത്ത് അവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം കൊടുത്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അവിടെ കൺസേൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് ചെക്ക് ചെയ്തിട്ട് ഗെറ്റ് ഡോക്യുമെൻറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിക്വസ്റ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു PDF കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. 12 ഡിജിറ്റ് നമ്പർ ആയിരിക്കും മിക്കവാറും. അത് നമ്മൾ അഡ്മിഷൻ സമയത്ത് വേണ്ടതാണ്. വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ QR കോഡ് സ്കാനിങ് വഴി ചെയ്യാം. ഈ കാണുന്ന QR വഴി സ്കാൻ ചെയ്ത് അതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഉമാങ് പോർട്ടൽ വഴി നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ABCയുടെ പോർട്ടലുണ്ട്. ABC വെബ്സൈറ്റിനകത്ത് കയറി അതിനകത്തും ഡീറ്റെയിൽസ് കൊടുക്കാം. എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അഡ്മിഷന് ABC അത്യാവശ്യമാണ്, അബാർ ID. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അതിനകത്ത് കയറി ട്രൈ ചെയ്യുമ്പോഴേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും അത് ചെയ്യുക. താങ്ക് യു.